ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പ് വിചാരങ്ങളിലേക്ക് സ്വാഗതം. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 3-ാം തിരുവചനം. എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കും, എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. ക്രൈസ്തവ ശിഷ്യത്വത്തിൻ്റെ മുഖമുദ്രയാണ് സ്നേഹം. ലോകൈകനാഥനായ ഈശോ വരച്ചു കാട്ടിയ പിതാവിൻ്റെ ചിത്രം സ്നേഹത്തിൻ്റെ ചിത്രമായിരുന്നു. വയലിലെ പുല്ലിനെയും ആകാശത്തിലെ കുരുവികളെയും സ്നേഹിച്ചും പരിപാലിച്ചും ദൈവത്തിൻ്റെ സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ശിഷ്യനും. ഹൃദയമാകുന്ന നെരിപ്പോടിൽ സ്നേഹത്തിൻ്റെ അഗ്നി കെടാതെ കാത്തു സൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. 33 വർഷക്കാലം ജീവിതം മുഴുവൻ സ്നേഹത്തിൻ്റെ സ്ഫോടനം നടത്തിയവൻ അവസാനം നൽകിയ കൽപ്പനയും സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ യഥാർത്ഥ ശിഷ്യരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. ഈ നോമ്പുകാലം പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ ശിഷ്യരായി മാറാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.